إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലി ഇംറാൻ 134-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. മുൻ ആയത്തിൽ പറഞ്ഞ ആ സ്വർഗ്ഗപ്രവേശനം ലഭ്യമാകുന്ന മുത്തഖീങ്ങൾ അവരുടെ ഗുണവിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കി പറയുകയാണ്. ഒരുപാട് ഗുണവിശേഷണങ്ങൾ ഖുർആനിൽ പല ആയത്തിൽ കൂടിയും അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ആയത്തിൽ കൂടി പ്രത്യേകമായി പഠിപ്പിച്ചു തരികയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, അല്ലദീന ആ മുത്തഖീങ്ങൾ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നു ഫിസ്സറായി സന്തോഷാവസ്ഥയിലും വല്ലറായി സങ്കടാവസ്ഥയിലും, അതായത് കഷ്ടപ്പെടുന്ന അവസ്ഥയിലും അതുപോലെ സന്തോഷത്തിന്റെ ധന്യതയുള്ള അവസരങ്ങളിലും അവർ ചെലവഴിക്കുന്നവരാകുന്നു. നോക്കൂ നിങ്ങൾ, അവർക്ക് കഷ്ടപ്പാടുണ്ടോ അല്ലെങ്കിൽ അവർ ധന്യരാണോ എന്നൊന്നും നോക്കാതെ, ഒന്നും മുഖവിലക്കെടുക്കാതെ എല്ലാ അവസരത്തിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പാപങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നവരാകുന്നു. അതാണ് ആ മുത്തഖീങ്ങളുടെ സ്വർഗ്ഗപ്രവേശനം ലഭ്യമാകുന്ന മുത്തഖീങ്ങളുടെ ഒരു വിശേഷണം. ശേഷം അല്ലാഹു പറയുന്നു, വൽ ഖാദിമീനൽ ഗൈദ്, അവർ കോപത്തെ അടക്കി വെക്കുന്നവരാകുന്നു. കോപത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അവർക്കുണ്ട്. കോപത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അവർ പെട്ടെന്ന് കോപിക്കില്ല, സംയമനം പാലിക്കും, ക്ഷമ പാലിക്കും എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് മാത്രമല്ല, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്കൊക്കെയും ഈ മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ മാപ്പ് കൊടുക്കുന്നവരാകുന്നു. അത്തരം മുത്തഖീങ്ങൾക്കാണ് സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്നത്. ഇതെന്തിനാണ് നമ്മോട് ഉപദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല? നാം കോപമടക്കുന്നവരായി മാറണം. നാമും അതുപോലെ സങ്കടത്തിലും സങ്കടാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ഒരുപോലെ മുഖം നോക്കാതെ ചെലവഴിക്കുന്നവരായി മാറണം. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരായി മാറണം എന്നാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മൊത്തം ലോക ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരായി മാറണം. എല്ലാ മതക്കാർക്കും എല്ലാ സംഘങ്ങൾക്കും സംഘടനകൾക്കും എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നവരാണ് മുത്തഖീങ്ങൾ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ആകട്ടെ യുഹിബ്ബുൽ മുഹ്സിനീൻ, ആ സുകൃതവാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത്തരത്തിലുള്ള സുകൃതം ചെയ്യുന്നവരാണ് അല്ലാഹുവിന് ഇഷ്ടം. അത്തരം സുകൃതവാന്മാരാണ് സ്വർഗ്ഗപ്രവേശനത്തിന് അർഹരാകുന്നത് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ